ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു സൂപ്പർ സെയിൽ എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളിതുവരെ അഡീനിയം പ്ലാന്റുകളുടേത് ഒരു തവണ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇതുപോലെ അഡീനിയം തന്നെയായിട്ടൊരു സെയിൽ നമുക്കിത് ആദ്യമാണ്. അഡീനിയം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം റേറ്റ് ഇത്തിരി കൂടുതലുള്ള പ്ലാന്റാണ് എന്ന്. നമുക്ക് ഇന്ന് വന്നേക്കുന്ന പ്ലാന്റ് ഒരുപാട് ഹൈ ലെവല് റേറ്റ് വരുന്ന പ്ലാന്റുകൾ അല്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് 230 to 250 പ്ലാന്റിന് റേറ്റ് വരുന്നത്. എന്താണ് രണ്ട് വില എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ വില വന്നേക്കുന്നത് കേട്ടോ. ഓരോ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചാണ് നമുക്ക് പ്ലാന്റിൻ്റെ വില വന്നേക്കുന്നത്. റേറ്റ് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. 230 to 250 പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. ഈ കാണുന്ന കളേഴ്സൊക്കെയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ കസ്റ്റമറല്ല നമ്മുടെ ഫാമിലി മെമ്പർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെയിൽ തരുന്നതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അത് പറയാൻ ഞാൻ വിട്ടുപോയി. പിന്നെ കമൻറ്റിൽ അത് എഴുതി ചേർക്കണം എന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല, അത് പറ്റിപ്പോയി. കുറച്ചധികം തിരക്കുകളായിപ്പോയി, അതാണ് പറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് സെയിലിന് തരുന്നവർ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സൂപ്പർ പാക്കിംഗ് ആയിരിക്കണം. കാരണം അവർ ഈ ചെടികളോട് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ ഇന്ന് പ്ലാന്റുകൾ ഇതുപോലെ വാങ്ങുന്നത്. അപ്പോൾ അവരുടെ കിട്ടിക്കഴിയുമ്പോൾ ഫുൾ ഡാമേജ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ കിട്ടരുത്. അപ്പോൾ അതുപോലെ നല്ല സേഫായിട്ടുള്ള പാക്കിംഗ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിലല്ലേ നമ്മുടെ ഇന്ന് വീണ്ടും വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലാന്റുകൾ സേഫായിട്ട് കിട്ടണം, വാങ്ങുന്നവർക്ക് പിടിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്ലാന്റുകളായാലും നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡീനിയത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഡീനിയത്തെ പറ്റി ഒന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു 3-4 കുഞ്ഞ് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അത് സീഡ് വാങ്ങി മുളപ്പിച്ചാലേ കുഞ്ഞ് പ്ലാന്റുകളാണ് കേട്ടോ. ഒരുവിധം വലുതായി എന്ന് പറയാം, അത്ര ആയുള്ളൂ. ഇപ്പോൾ ഈ വേലൊക്കെ ഇപ്പോൾ ഒരുവിധം വളരുന്നുണ്ട്. എന്താ വളം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവയൊക്കെ കാര്യങ്ങളൊന്നും അഡീനിയത്തെ പറ്റി പറയാനാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേഴ്സറിയിലൊക്കെ പോയി കാണുമ്പോൾ റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങാറില്ല കേട്ടോ. അത് വാസ്തവമാണ്. ഞാൻ പൊതുവേ റേറ്റ് നോക്കി മാത്രമേ പ്ലാന്റുകൾ വാങ്ങാറുള്ളൂ. നേഴ്സറിയിൽ നിന്ന് വാങ്ങൽ കുറവാണ്, വാങ്ങിയാൽ തന്നെ. അഡീനിയം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അഴക് അല്ലേ. ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു കളർ ഇഷ്ടമായവർ. എല്ലാ കളറും ഒന്നിനൊന്നിന് മെച്ചമാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന എല്ലാ കളറുകളും ഉള്ള പ്ലാന്റിൻ്റെ സൈസും കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സിംഗിൾ പെറ്റലാണെങ്കിലും ഡബിൾ പെറ്റലാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. കാരണം അഡീനിയത്തിൻ്റെ പൂവ്, കമേലിയയുടെ പൂവ്, അസേലിയയുടെ പൂവ്, ഇതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം പ്ലാന്റ് റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ പൂക്കൾ കാണാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു അഴകാണ് എല്ലാ പൂക്കൾക്കും ഉള്ളത്. എല്ലാ പൂക്കളും അതെ, പക്ഷേ ഇതിനൊക്കെ എന്തോ ഒരു കൂടുതൽ. ഇതൊക്കെ നോക്കി നമ്മൾ ശരിക്കും വരച്ച് വെച്ചേക്കുന്ന ഒരു പെയിൻറ്റിങ് പോലെ തന്നെയാണ് ഈ ഒരു പൂവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കളർ മിക്സും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്കാണ്. അടുത്തതോ ബ്ലാക്കും റെഡും പറയണ്ട, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ തന്നെയാണത്. എപ്പോഴും നിൽക്കുന്ന ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് റെഡൊക്കെ അല്ലേ. ഇതും അതേ. ഓരോന്നിനെ പറ്റി എടുത്ത് പറയാനെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനൊന്നിന് കൂടുതൽ ഭംഗിയായിട്ട് വരുന്ന തന്നെയാണ് അഡീനിയത്തിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ കേട്ടോ. അപ്പോൾ നമ്പറും ഡീറ്റെയിൽസ് നമുക്ക് എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നാളെ കാണാവേ.